എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകയും ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് അളവിനാണ്. അപ്പോൾ 3 ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ചേർത്തിട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് നല്ല പുളിപ്പുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് മതിയാകും 3 ഗ്ലാസ് മോര് തയ്യാറാക്കാൻ വേണ്ടി, കൂടുതൽ വേണ്ട. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം കൂടി ചേർത്ത് ഒരടിയും കൂടി അടിച്ചെടുത്തതാണിത്. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഉള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ, ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം. എന്നിട്ട് നല്ല പച്ച കറിവേപ്പില നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ മാക്സിമം കൈകൊണ്ട് ഇതുപോലെ ഞുറുക്കിയിട്ട് കൊടുക്കുക, ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ പിന്നെ ഭയങ്കര മണമൊക്കെ ആയിരിക്കും. പിന്നെ ഇല അരിഞ്ഞ്